ചേച്ചി ആദ്യം ഫോൺ എടുക്കാണ്ടായപ്പോ ഞാൻ എത്ര പേടിച്ചെന്നറിയോ? എവിടേക്ക് അന്വേഷിച്ചു ചേച്ചി. എന്തായാലും ചേച്ചി കുഞ്ഞ് ഇവിടെ ഇരിക്കണ്ട, വാ വീട്ടിൽ പോവാ. സുഹൃത്തെ, ഇതെന്റെ ഫ്രണ്ടിന്റെ വീട് തന്നെയാണ്. അവള് കൊറേ ആയിട്ട് പറയണം അങ്ങോട്ട് മാറി താമസിച്ചോ എന്നുള്ളത്. ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വെച്ച തന്നെയാ. എന്നാണെങ്കിലും മാറണ്ടേ? അപ്പൊ കുറച്ച് നേരത്തെ തന്നെ ഉള്ളൂ. നീ പേടിക്കൊന്നും വേണ്ട, അവള് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയുള്ളൂ. അതും പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ തന്നെ ഇരിക്കണ്ട. എന്തായാലും ഞാൻ നല്ലൊരു വീടേ ചേച്ചിക്ക് വാടകയ്ക്ക് റെഡിയാക്കി തരാം. അതുവരെ അങ്ങോട്ട് വാ. എനിക്കും കുഞ്ഞിനും ഈ വീട് തന്നെ ധാരാളമാ. ഇപ്പൊ പണ്ടത്തെ പോലെ പേടിയൊന്നുമില്ല മോനെ. എവിടുന്നൊരു ധൈര്യം കിട്ടിയ പോലെയുണ്ട്. ഞാൻ ഓക്കെയാ. എൻ്റെ അമ്മയും ചേച്ചിനെ പോലെയായിരുന്നു, ഭയങ്കര പേടിയാ. അങ്ങനെ പേടിച്ച് 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 അവസാനം അമ്മയ്ക്കൊരു എവിടെ നിന്നൊരു ധൈര്യം കിട്ടി. ചേച്ചി ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മനെ ഓർമ്മ വന്നത്. അമ്മയായിരുന്നു ചേച്ചി എല്ലാം. പെട്ടെന്ന് അമ്മ ഞങ്ങളെ വിട്ടുപോയപ്പോൾ ആ ഒറ്റപ്പെട്ടൊരവസ്ഥയായിരുന്നു. അപ്പോഴാ ഏട്ടൻ ചേച്ചിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞ ഏട്ടത്തെ അമ്മ ഞാൻ എൻ്റെ അമ്മനെ കാണുന്നത്. ചേച്ചി ഇവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് ചേച്ചി. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണേ ചേച്ചി. ഈ അനിയും കൂടി ഉണ്ടാവും. ശരി. അമ്മയ്ക്ക് ശരിക്കും പേടിയില്ല. ഇനി അമ്മ പേടിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോടാ. അല്ലെങ്കിൽ അമ്മ എന്തിനാ പേടിക്കുന്നത്? അവന്റെ മോനില്ലേ കൂടെ.